താങ്കളെ സൈക്കോ എന്ന് വിളിക്കാനുള്ളതിന്റെ കാരണം എന്താണ്? പറയാം സാർ. കേൾക്കാവോ ഞാൻ പറയുന്നത് എല്ലാവർക്കും? ഇല്ല, പറയണം. മൈക്കിന്റെ ഒച്ച ഒന്ന് ഇച്ചിരി കൂട്ടാവോ ആരെങ്കിലും? ഓക്കെ സാറേ, ഞാൻ പറയാം, കേൾക്കാന്ന് വിശ്വസിക്കുന്നു. സോ ഈ കഥ തുടങ്ങുന്നത് ഇന്നൊന്നും അല്ല, പണ്ട് ഞാൻ +2 പഠിക്കുന്ന കാലം. ഞാനും എന്റെ റൂംമേറ്റ് ഋഷിലും ഒരുമിച്ചാണ് +1 +2 കാലഘട്ടങ്ങളിൽ ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ എന്തോ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തോ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാർട്ടി പോപ്പറില്ലേ, ഈ സൈഡ് പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനം ഇല്ലേ, ആ സാധനം ഞങ്ങൾ ക്ലാസ്സിൽ മേടിച്ച് പൊട്ടിച്ചു. അതൊക്കെ കഴിഞ്ഞ് അതിന്റെ അകത്ത് ലാസ്റ്റ് ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിന്റെ അടിയിൽ ഇങ്ങനെ തിരിക്കുന്ന ഒരു സാധനം, അങ്ങനെ ഒരു സാധനം ഉണ്ട് അതിന്റെ അടിയിൽ. അപ്പം അതിനകത്തൊരു ചെറിയ ഗ്യാപ്പും ഉണ്ട്. പക്ഷെ അപ്പം ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ അതിനകത്ത് ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് നോക്കി. അങ്ങനെ നോക്കിയപ്പോ എന്റെ പിള്ളേർ എന്നെ നോക്കിയപ്പം ഇവൻ എന്താ ഈ എന്ത് കോപ്പ് ഇവൻ ഈ കാണിക്കുന്നേ എന്ന് തോന്നി. അങ്ങനെ അന്ന് വീണ പേരാണ് സൈക്കോ. പിന്നെ ഋഷിൽ എന്റെ കൂടെ തന്നെ ഇവിടെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ കൂടെ ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് ആ പേര് എന്റെ കൂടെ തന്നെ ഇപ്പോഴും ഉള്ളത്. Okay, got it. Alan, a different question. Alan, do you believe in a democratic nation, or do you believe in a nation which is led by an autocratic leader? രണ്ടിനും ഡിഫറൻസ് അറിയാലോ, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ അല്ലേ, പല ഇതിലൊക്കെ. അപ്പൊ പറയൂ, നമ്മളൊരു ഡെമോക്രാറ്റിക് നേഷൻ ആണെന്ന് അറിയാം, ബട്ട് ദെൻ വാട്ട്സ് യു ടേക്ക് ഓൺ ദാറ്റ്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണോ നല്ലത്, അതോ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നേഷൻ ആണോ നല്ലത്? എന്റെ ടേക്ക് അതിൽ എന്താന്ന് വെച്ചാൽ എപ്പോഴും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നേഷൻ ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഒരു ഓട്ടോക്രാറ്റ്, അതായത് ഒരാള് ഒറ്റയ്ക്ക് ഒരു നേഷനെ കൺട്രോൾ ചെയ്യുമ്പം ഇപ്പം അത് പലതും പുള്ളിയുടെ മൂഡ് അനുസരിച്ചും പല സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. കാരണം ഒരു മനുഷ്യൻ എപ്പോഴും സെൻസിബിൾ ആയിട്ടോ ലോജിക്കൽ ആയിട്ടോ ഡിസിഷൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഡെമോക്രാറ്റിക് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ അല്ല, ഇറ്റ്സ് എ സിസ്റ്റം. സോ നമ്മള് ഒരാൾക്ക് തെറ്റ് പറ്റിയാലും അത് ബാക്കിയുള്ള സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യും. So you said that you're an entrepreneur, you're a dreamer, and all those things you did in your first intro round. So my question is, how do you balance your academic, extracurricular, and social life? Yeah, ma'am. Good question. So ഞാനിപ്പം ഒരുപാട് പൊസിഷൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മാം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ ഡെലിഗേറ്റ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യാണ് ചെയ്യാറ്. എന്റെ വർക്ക് എന്നെ അവിടെ അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും, ഇല്ലെങ്കിൽ അത് ഡെലിഗേറ്റ് ചെയ്ത് മറ്റുള്ളവരെ അത് അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ എനിക്ക് സമയം സേവ് ചെയ്യാൻ സാധിക്കും. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു അല്ലേ? സോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഡു യു തിങ്ക് റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ഓർ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്? ടെൽ മീ, അതിന്റെ ഡിഫറൻസ് അറിയാൻ. ഡെലിഗേഷനെ കുറിച്ച് ഇത്രയും സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചു, സ്ഥിരം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ വാട്ട് ഡു യു തിങ്ക്, റെസ്പോൺസിബിലിറ്റി ആണോ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, അതോ അതോറിറ്റി ആണോ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്? യു സെഡ് യു ആർ റണ്ണിംഗ് ലോട്ട് ഓഫ് ടീംസ്. പെട്ടെന്ന് വരാം. ഞാൻ ഡെലിഗേറ്റ് ചെയ്യുന്ന ടാസ്കുകൾ മാത്രമായിരിക്കും ഡെലിഗേറ്റ്. ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഡെലിഗേഷനെ കുറിച്ച് അറിയാവുന്ന ഒരാള് എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി ആണോ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, അതോറിറ്റി ആണോ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്? ആൻഡ് യു നോ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. പറയൂ, റെസ്പോൺസിബിലിറ്റി ഓർ അതോറിറ്റി, വിച്ച് ഷുഡ് ബി ഡെലിഗേറ്റഡ്? ഞാൻ ഡെലിഗേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. മേ ബി you say which is റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. എന്റെ കേസിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. താങ്കൾക്കുള്ള റെസ്പോൺസിബിലിറ്റി മൊത്തം താങ്കളോട് ഒരാൾ തനിക്ക് തന്നെ ടാസ്കും ഡ്യൂട്ടീസും ഒക്കെ താൻ ഡെലിഗേറ്റ് ചെയ്ത് വേറെ ആൾക്ക് കൊടുത്തു. അത് ചെയ്യാനുള്ള അതോറിറ്റി അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്റെ സുഹൃത്തെ? എങ്ങനെ സാർ? താങ്കൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി ആണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടതെന്ന് അല്ലേ? റെസ്പോൺസിബിലിറ്റി, താങ്കൾക്കുള്ള ഡ്യൂട്ടീസ് ഒക്കെ അത് റെസ്പോൺസിബിലിറ്റി ഒക്കെ താങ്കൾ വേറെ ആൾക്ക് ചെയ്യാൻ കൊടുത്തു. അതാണ് ഡെലിഗേഷൻ. വേറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ അതോറിറ്റി അവർക്ക് കൊടുക്കുന്നില്ല. അപ്പം താങ്കൾ പറഞ്ഞത് ശരിയാണോ? ഇല്ല, ഞാൻ ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കും, അതിന്റെ കൂടെ തന്നെ അതോറിറ്റി കൂടി ആണല്ലോ കൊടുക്കുന്നത്. That's the answer. It's always authority and responsibility, and first you should give your people authority or power and empower them so that they can do the responsibilities smoothly. Got it? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു. എന്നാൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ? അതിന്റെ എന്തെങ്കിലും റിഗ്രറ്റ്സ് താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? ഇല്ല സാർ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ ഹോൾഡ് ചെയ്യുന്ന എല്ലാ പൊസിഷൻസിലും എന്നെ കൊണ്ട് പറഞ്ഞ എന്റെ മാക്സിമം മൈ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. What does Mr. Assure mean to you? മിസ്റ്റർ അഷ്യൂർ മീൻ ടു യു, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഡ്രീമർ ആണ്. അതുപോലെ തന്നെ എപ്പോഴും എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ മിസ്റ്റർ അഷ്യൂർ എന്ന് പറയുന്നത് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു എന്താണ്, ഇറ്റ്സ് ഓൾവേസ് യു വേഴ്സസ് യു. അപ്പം
എനിക്കെപ്പോഴും പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. സോ ഞാൻ എപ്പോഴും എന്റെ പഴയ എനിക്കെതിരെ ഞാൻ വിജയിച്ചു എന്നുള്ളതിനൊരു തെളിവാണ് ഈ മിസ്റ്റർ അഷ്വർ എന്ന് പറയുന്നത്. അലൻ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൈസിസ് എന്താണ്? അതിനെ എങ്ങനെ തരണം ചെയ്തു? ഏറ്റവും വലിയ ക്രൈസിസ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഓവർ കമ്മിറ്റിംഗ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എടുത്ത് റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ എടുക്കേണ്ടി വരും. സോ അതാണ് ഞാൻ ജീവിതത്തിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം. അതെ അലൻ, അവിടെയാണ് നമ്മുടെ ചോദ്യവും. ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുത്തു വെക്കുന്നത് കൊണ്ട് താങ്കൾ മറ്റൊരാൾക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റി അല്ലേ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ നഷ്ടപ്പെടുത്തുന്നത്? സോ യു ആർ ആക്ച്വലി ഗ്രാബിംഗ് ഓപ്പർച്യൂണിറ്റി, ബട്ട് യു ആർ ഇൻ ടു എനിത്തിങ് ആൻഡ് എവറിത്തിങ്. And you are selfish also. യാ, അപ്പൊ ഒരു സെൽഫിഷ്നെസ് അല്ലേ അത്? വേറൊരാൾക്ക് No, sir. വേണം, ഇപ്പം വേണം. ഞാൻ പറയാം, ഇപ്പൊ ഒരു പൊസിഷൻ ഉണ്ട്, ഞാനത് ഓടിച്ചെന്ന് ആ പൊസിഷൻ എടുക്കുവല്ല, അത് എന്നെ അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുവാണെങ്കിൽ അത് ഞാൻ ചെന്ന് ഗ്രാബ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി അല്ല. അങ്ങനെയാകുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകണ്ടേ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല. താങ്കൾ ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞു. Yes, ഞാൻ പറഞ്ഞു അപ്പോൾ it was a താങ്കൾ crisis but I overcome No, that. you should ഞാനത് start ചെയ്തു. saying no to things അപ്പൊ which you can't do. കണ്ടതെല്ലാം എടുക്കുകയും ചെയ്യും, എന്നിട്ട് പറ്റത്തില്ലെന്ന് അറിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇല്ല, ഓഫ് കോഴ്സ് ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു പണി എടുത്തിട്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളല്ല ഒരു ലീഡർ എന്ന് പറയണേ. ആ പണി എടുത്തിട്ട് അത് ചെയ്യാൻ അറിയാവുന്ന ആരാണോ അവരെ കൊണ്ട് അവരെ ചെയ്യിപ്പിക്കാൻ പറ്റണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഞങ്ങൾ 3 ജഡ്ജിണ്ടല്ലോ. ഇപ്പം അലന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഹൂ ഈസ് ദ ബെസ്റ്റ് ജഡ്ജ് ഔട്ട് ഓഫ് 3? Who is the best judge? One answer and you have to go back. One answer. Okay. So Anu sir. Anu sir is the best judge. Okay, നമ്മുടെ മാർക്ക് വേണ്ട. Okay, thank you. Yeah, thank you sir. Okay, thank you Thank you, guys.